തേങ്ങ വറുത്തരച്ച ബീഫ് കറിയും കപ്പയും കഴിച്ചിട്ടുണ്ടോ? കഴിച്ചാലോ? വായു. കടുക് പൊട്ടിച്ച് സവോളയും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ വഴറ്റുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഈ വഴണ്ട് വന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് കറിക്ക് ആവശ്യമായിരിക്കുന്ന വറുത്ത തേങ്ങയും കൊടുത്ത് ജാറിലേക്കാക്കി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കുക കേട്ടോ. ബീഫും കപ്പയാണല്ലോ, നമ്മുടെ കപ്പച്ചേട്ടൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് അല്ലറ ചില്ലറ അലങ്കാരങ്ങളും കൂടെ ചെയ്താൽ മതി. കപ്പ നോക്കാൻ പോയ സമയം കുക്കറിന്റെ അവിടെ ഇരുന്ന് ആരോ വിളിക്കുന്നു. നോക്കിയപ്പോൾ ആരാ? നമ്മുടെ ഉള്ളിയുടെ വഴണ്ടിരിക്കുന്നു. എന്തായെന്ന് ചോദിച്ചപ്പോൾ പറയുക ബാക്കി മസാലപ്പൊടികൾ ഇടാൻ. അപ്പോൾ വഴണ്ട് വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉലുവാപ്പൊടി, കായം ഇത് ഇത്രയും നന്നായിട്ടിട്ട് ഇളക്കി പൊടി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളിക്കയും ഇട്ട് നന്നായിട്ട് വഴറ്റി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ ചേർക്കുക. ഇത് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കറിക്ക് മണവും രുചിയും അറിയണമെങ്കിൽ നന്നായിട്ട് ഉപ്പ് ചേർക്കണം. അപ്പം ആവശ്യമായിരിക്കുന്ന ഉപ്പും ചേർത്ത് ഇളക്കിയിട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുക്കറിൽ കിടന്ന് ദാഹിക്കുന്ന ബീഫിന് കുടിക്കാൻ കുറച്ച് വെള്ളം കൂടി കൊടുത്തിട്ട് കുക്കർ നന്നായിട്ട് അടയ്ക്കുക. അവിടെ ഇരുന്ന് വേവട്ടെന്നേ. അപ്പോഴേക്കും നമ്മുടെ കപ്പച്ചേട്ടന് മസാലകളൊക്കെ കൊടുത്തൊന്ന് ഒരുക്കിയെടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, വേണമെങ്കിൽ തേങ്ങയും കൂടി കൊടുക്കാം. ഇത്രയും കൂടി ഇട്ട് ചതച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കപ്പയും ബീഫും റെഡി ആയി കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് കപ്പയും ബീഫും കൂടെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയാലോ? ഫുഡ് ഇതേപോലെ ആസ്വദിച്ച് കഴിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.